ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്താക്കുന്ന എല്ലാവരും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ജാന വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കാസർഗോഡ് സ്റ്റൈലിൽ എങ്ങനെയാണ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടത് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഉള്ളി നന്നായി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ടാക്കി എടുക്കാം. ഞാനിങ്ങനെയാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അപ്പുറം മാറ്റി വെക്കാം. ഇനി 3 തക്കാളി എടുത്തിട്ടുണ്ട്. ആ 3 തക്കാളിയും ഇങ്ങനെ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ 3 തക്കാളി ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് വേണം. മല്ലിച്ചപ്പ് എത്ര വേണം ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചപ്പ്, അതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് കുറച്ച് ജാസ്തി തന്നെ എടുത്തിന്. അതും ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിന്, അതും നന്നായി കൊത്തിയിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മണ്ണിൻ്റെ ചട്ടിയിലാകുമ്പോൾ നല്ല കറിയും സ്വാദ്, കാണാനും നല്ല കളർഫുള്ള്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ട് വന്നെങ്കിൽ അതിലേക്ക് ചതച്ചിട്ട് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇത് 2 ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായി മൂത്ത് വന്ന ശേഷം കട്ടാക്കി വെച്ചാൽ നമുക്ക് നീരുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 നീരുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി കട്ടാക്കി വെച്ചത്, പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ടാക്കി അരിഞ്ഞത്, പിന്നെ കറിച്ചപ്പല, ഇത് 3ഉം ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ചിക്കൻ കറി വെക്കാൻ എല്ലാവർക്കും അറിയും, എന്നാൽ കാസർഗോഡ് സ്റ്റൈലിലാണ് ഇത് വെക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടിയിട്ട് വെക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടാകുമ്പോൾ നല്ല തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഞങ്ങൾ മുളകിൻ്റെ പൊടിയല്ല ഇടുന്നത്, ഞങ്ങൾ അരച്ചിട്ട് വെച്ച മുളകാണ് ഇടുന്നത്. ഞങ്ങൾ അരച്ചിട്ടാണ് എടുക്കുന്നത്. നാടൻ മുളക്, വള്ളിമുളക്, മല്ലി ഇതെല്ലാം വറുത്തിട്ട് അരച്ചിട്ടെടുക്കുന്നതാണ് ഈ മുളക്. അപ്പോൾ ഇത് ഞാൻ 2 കയ്യിൽ ഇട്ട് എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഈ മുളകിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം നിങ്ങൾക്ക്, എങ്ങനെ അരച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടായിട്ട് ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പാട് കുറച്ച് ഉപ്പിട്ടിട്ട് ഉണ്ടായത്, ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം കുറച്ച് സമയം മൂടി വെക്കാം. ഇപ്പോൾ കുറച്ച് തളമെല്ലാം വന്നിട്ടുണ്ട്. ഈ തള വന്നിട്ടാകുമ്പോൾ നമുക്ക് ചിക്കൻ മസാല, ഗരം മസാല പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം.
ഇനി ഈ പൊടീൻ്റെ എല്ലാം കുറച്ച് മണം മാറുന്നത് വരെ കുറച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വന്ന ശേഷം നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കിയ ശേഷം കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് കട്ടാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. നന്നായി മിക്സാക്കിയ ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല പോലെ കുറുകിയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാം. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. നിങ്ങൾ മുള അരച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇത് നല്ല മണമെല്ലാം ഉണ്ടാവും, നമുക്ക് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നിപ്പോന്നു. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ആക്കാനും മറക്കരുത്. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. അസ്സലാമു അലൈക്കും.